സൗത്ത് അമേരിക്കയിലുള്ള ഒരു സ്ത്രീ. അവൾ ഒരു ഒറ്റപ്പെട്ട ജീവിതം ആഗ്രഹിച്ച് തന്റെ ഡോട്ടർക്കുമായി നോർത്ത് അമേരിക്കയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ അവൾ ഒരു കാറിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യം അയാൾ അതിന് അനുവദിക്കാതിരിക്കുകയും തുടർന്ന് അവളെ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. ശേഷം ഓവർടേക്ക് ചെയ്ത് കയറിയ അവളുടെ കാറിന്റെ കൂടെ അയാൾ കാർ ഓടിക്കുകയും ഒരു അപകടത്തിൽ നിന്നും അവൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ആ വാഹനം വീണ്ടും അവളെ പിന്തുടരുന്നു. നല്ല ഭയത്തോടെ ജെസിക്ക മനസ്സിലാക്കി അയാൾ മനഃപൂർവ്വം തന്നെ പിന്തുടരുകയാണ് എന്ന്. ഏറെ ദൂരം ആ വാഹനം അവളെ ഭയപ്പെടുത്തിക്കൊണ്ട് പിന്തുടർന്നിട്ട് മറ്റൊരു വഴിയിലേക്ക് കയറി എവിടേക്കോ പോകുന്നു. ആശ്വാസത്തോടെ അവൾ ഒരു ഇടത്താവളത്തിലെത്തി വിശ്രമിക്കുമ്പോൾ ആ വാഹനം വീണ്ടും അവളെ കടന്നു പോകുന്നു. പിറ്റേ ദിവസം രാവിലെ തന്റെ യാത്ര തുടരുവാൻ വാഹനത്തിൽ കയറുന്ന ജെസിക്കയുടെ അടുത്തേക്ക് മധ്യവയസ്കനായ സാം കടന്നു വരുന്നു. കഴിഞ്ഞ ദിവസം അവളെ പിന്തുടരുകയും അപകടപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത ആ വാഹനം ഓടിച്ചിരുന്നത് അയാളാണെന്നും ക്ഷമിക്കണമെന്നും ഒക്കെ പറഞ്ഞ് അയാൾ അവളെ പരിചയപ്പെടുന്നു. അല്പം ഭയത്തോടെയാണെങ്കിലും ഒരു തരത്തിൽ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ച് ജെസിക്ക അവിടെ നിന്നും സ്ഥലം വിടുന്നു. എന്നാൽ അവൾ പോകുന്ന വഴിയിൽ നടു റോഡിൽ ബ്രേക്ക് ഡൗൺ ആയ രീതിയിൽ സാമിന്റെ വാഹനം കാണുന്നു. വണ്ടി ബ്രേക്ക് ഡൗൺ ആയതിനാൽ അയാളെ കൂടി പോകുന്ന വഴിയിൽ ഡ്രോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് അയാൾ കൂടെ കൂടാൻ വാശി പിടിക്കുന്നു. എന്നാൽ തനിക്ക് വളരെ വേഗം പോകേണ്ടതുണ്ട് ആയതിനാൽ ഒരു ടോ ട്രക്കിന്റെ സഹായം ആവശ്യപ്പെടാൻ പറയുന്ന അവളോട് അയാൾ തന്നെ കൂടി കൂട്ടാൻ നിർബന്ധിക്കുന്നു. പേടിച്ചിരണ്ട ജെസിക്ക അയാളിൽ നിന്നും ഒഴിഞ്ഞു മാറി തന്റെ കാറ് മുന്നോട്ടെടുത്ത് ആ വാഹനത്തിന്റെ സൈഡിലൂടെ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. എന്നാൽ ആ രാത്രി തങ്ങാൻ അവൾ നിശ്ചയിച്ചുറപ്പിച്ച ആ സ്ഥലത്തേക്ക് ആ വാഹനവും സാമും എത്തുന്നു. അത് മനസ്സിലാക്കി അവിടെ നിന്നും പോകാൻ കാറെടുക്കുന്ന ജെസിക്കയുടെ അടുത്തേക്ക് അയാൾ ആക്രോശിച്ചുകൊണ്ട് ഇറങ്ങി വരുമെങ്കിലും അവൾ കാറെടുത്ത് എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്നു. ആ രാത്രിയിൽ വിജനമായ വഴിയിൽ മുന്നോട്ടു പോകുന്ന അവളെ ഒരു വാഹനം പിന്തുടരുന്നത് അവൾ മനസ്സിലാക്കുന്നു. എന്നാൽ അവൾ പോലീസിൽ അറിയിക്കാൻ ശ്രമിക്കുമെങ്കിലും ലൊക്കേഷൻ അവൾക്കറിയില്ലായിരുന്നു. തന്നെയുമല്ല, ആ വാഹനം അവളെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോയിരുന്നു. വെളിച്ച് വിറച്ചുപോയ ജെസിക്ക വീണ്ടും മുന്നോട്ട് യാത്ര തുടർന്നു. എന്നാൽ കുറച്ചു ദൂരം പോയപ്പോഴേക്കും അവളുടെ കാർ പാളുകയും അത് ഒരു സൈഡിലേക്ക് പോയി കുഴിയിലേക്ക് ഇറങ്ങി നിന്നു. പുറത്തിറങ്ങി കാറിന്റെ ടയർ ചെക്ക് ചെയ്ത് അവൾക്ക് മനസ്സിലായി അതൊരു അപായപ്പെടുത്തലിന്റെ സൂചനയാണെന്നും ആരോ മനഃപൂർവ്വം ടയർ പഞ്ചറാക്കിയതാണെന്നും. ദൂരെ നിന്നും സാമിന്റെ വാഹനം വരുന്നത് മനസ്സിലാക്കിയ അവൾ തന്റെ കാറിൽ കയറി ഡോർ ലോക്ക് ചെയ്യുന്നു. എന്നാൽ അടുത്തെത്തി വണ്ടി നിർത്തി പുറത്തിറങ്ങിയ അയാൾ അവളുടെ കാറിന്റെ ഗ്ലാസുകൾ അടിച്ചു പൊട്ടിച്ച് ഡോറിന്റെ ലോക്ക് എടുക്കുകയും അവളെ ആക്രമിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഏതോ മരുന്ന് കുത്തിവെച്ച് അബോധാവസ്ഥയിലാകപ്പെട്ട ജെസിക്ക പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ മനസ്സിലാക്കുന്നു അവൾ എവിടെയോ തടവിലാണ്. പുറത്തേക്ക് നോക്കി ഉച്ചത്തിൽ സഹായത്തിന് നിലവിളിക്കുമ്പോൾ അയാൾ അവിടേക്ക് വരുന്നു. തന്നെ തടവിൽ പാർപ്പിച്ചിട്ടുള്ള മുറിയിലേക്ക് കടന്നു വരുന്ന സാമിനോട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നും എത്ര പണം വേണമെങ്കിലും തരാം, ഇതൊന്നും ആരെയും അറിയിക്കാതെ എങ്ങോട്ടേലും പോയിക്കൊള്ളാം, വെറുതെ വിട്ടാൽ മതി എന്നൊക്കെ പറയുന്നു. എന്നാൽ അയാൾ അവളെ ആക്രമിക്കുകയും നീയല്ല ഇവിടെ എത്തുന്ന ആദ്യത്തെ ആൾ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അയാൾ ക്രൂരനായ ഒരു കിഡ്നാപ്പറാണെന്ന് മനസ്സിലാക്കിയ അവൾ അയാൾ പുറത്തുപോയ ഉടനെ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പൂട്ടിയിട്ടിരിക്കുന്ന മുറിയുടെ കതകിൽ പുറത്ത് താക്കോൽ ഇരിക്കുന്നത് മനസ്സിലാക്കിയ അവൾ കതകിന് അടിയിലൂടെ അവളുടെ കോട്ട് പുറത്തേക്ക് ഇറക്കുകയും ആ മുറിയുടെ ചുവരിൽ നിന്നും ഊരിയെടുത്ത ആണിയുമായി താക്കോൽ കൈക്കലാക്കാൻ ശ്രമിക്കുകയും അത് വിജയിക്കുകയും ചെയ്യുന്നു. എന്നാൽ കതക് തുറന്ന് പുറത്തിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അയാൾ തിരികെ എത്തുന്നു.
പുറത്തേക്കുള്ള കതകിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന അവൾക്ക് അയാളെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അതിനിടയിൽ സാമിന് ഒരു ഫോൺ വരികയും അയാളുടെ ഭാര്യയോട് വളരെ സ്നേഹമായും നാടകീയമായും സംസാരിക്കുന്നു. അതിനുശേഷം അയാൾ ജെസീക്കയെ കൂട്ടിയിട്ടിരിക്കുന്ന മുറിയിലേക്ക് പോകുന്നു. ഈ സമയം ജെസീക്ക കിട്ടിയ അവസരം മുതലാക്കി പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. കാടിന് നടുവിലുള്ള ആ വീട്ടിൽ നിന്നും കാട്ടിലൂടെ പുറത്തേക്ക് ഓടിയ ജെസീക്കയെ പിന്തുടർന്ന് സാമും അവളുടെ പിന്നാലെ ഓടുന്നു. വഴിയിൽ വെച്ച് ജെസീക്കയുടെ കാലിൽ ഒരു മരച്ചില്ല തറഞ്ഞു കയറുകയും അവൾ താഴെ വീഴുകയും ചെയ്യുന്നു. കഠിനമായ വേദനയിലും ആ മരച്ചില്ല ഊരിയെടുത്ത് അവൾ മുടന്തി ഓടി ഒരു പുഴവക്കിലെത്തുന്നു. അപ്പോഴേക്കും സാമും അവളെ പിന്തുടർന്ന് അവിടെ എത്തുന്നു. അധികമൊന്നും ആലോചിക്കാൻ നിൽക്കാതെ അവൾ കുത്തിയൊഴുകുന്ന ആ പുഴയിലേക്ക് എടുത്തിയാടുന്നു. എന്നിട്ട് എങ്ങനെയൊക്കെ നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അവൾ ഒടുവിൽ തീരെ അവശയായി ഒരു തീരത്തെത്തപ്പെടുന്നു. കാലിലെ വേദന സഹിക്കാൻ കഴിയാതെ ഒരു മരച്ചില്ലയുടെ സഹായത്തോടെ നടക്കാൻ ശ്രമിക്കുന്ന അവൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ആരോ വരുന്ന കാലച്ച കേട്ട് മറഞ്ഞിരിക്കുകയും ആ മരച്ചില്ല ഉപയോഗിച്ച് തന്റെ അടുത്തേക്ക് വരുന്ന ആളെ ആക്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ റോബർട്ട് എന്നു പേരുള്ള വൃദ്ധനായ ഒരു നായാട്ടുകാരനായിരുന്നു അയാൾ. അയാളെ കണ്ടപ്പോൾ തന്നെ പറ്റിയ അബദ്ധം മനസ്സിലാക്കി അവൾ അയാളോട് മാപ്പ് പറഞ്ഞു. എന്നിട്ട് താൻ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നും ഒരാൾ കിഡ്നാപ്പ് ചെയ്ത് കാട്ടിലെത്തിച്ചതാണെന്നും പറയുന്നു. കാര്യങ്ങൾ പോലീസിൽ അറിയിക്കാൻ റോബർട്ടിന്റെ ഫോൺ അയാൾ ജെസീക്കയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും ജെസീക്കയുടെ മരച്ചില്ലയുടെ അടിയേറ്റ് ആ ഫോൺ തകർന്നു പോയിരുന്നു. അങ്ങനെ കാട്ടിൽ നിന്നും രക്ഷപ്പെടാൻ അയാൾ അവളെ സഹായിക്കുന്നു. തന്റെ കാറിലുണ്ടായിരുന്ന അയാളുടെ ഭാര്യയുടെ ഷൂസ് അവൾക്ക് കൊടുക്കുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടി യാത്രയാകും. കാറിലുണ്ടായിരുന്ന ഭക്ഷണവും വെള്ളവും ഒക്കെ കഴിച്ച് മുന്നോട്ട് പോകുമ്പോൾ വഴിമധ്യത്തിൽ ഒരു മരം വീണ് കിടക്കുന്നതിനാൽ പോകാൻ കഴിയാതെ വരുന്നു. അവർ ഒന്നിച്ച് ആ മരം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയാതെ നിൽക്കുമ്പോൾ സാം അവിടേക്ക് വരുന്നു. തോക്കുമായി നിൽക്കുന്ന റോബർട്ടിനോട് അവൾ സിസ്റ്റർ ആണെന്നും അവൾക്ക് സുഖമില്ല എന്നും പുഴയിൽ ചാടിയതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് സാം അയാളെ അന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നു. സാം പറയുന്നതൊക്കെ കള്ളമാണെന്ന് പറഞ്ഞ് അലർന്ന ജെസീക്കയെ സാം കടന്നു പിടിക്കുമ്പോൾ റോബർട്ട് ഇടപെട്ടുകൊണ്ട് സാമിന്റെ ഫോൺ ആവശ്യപ്പെടുന്നു. വിവരങ്ങൾ ഒക്കെ പോലീസിനെ ധരിപ്പിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ഫോൺ കൊടുക്കാനായി അടുത്തേക്ക് വരുന്ന സാം റോബർട്ടിനെ ആക്രമിക്കുകയും അടിച്ചു കൊന്ന ശേഷം അയാളെ വീണ്ടും തോക്കുപയോഗിച്ച് വെടിവെക്കുകയും ചെയ്യുന്നു. ആ സമയം കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുന്ന ജെസീക്കയെ തിരക്കി കാട്ടിനുള്ളിലേക്ക് എത്തുന്ന സാം അവളെ പ്രകോപിപ്പിച്ച് പുറത്തെത്തിക്കാൻ ശ്രമിക്കുന്നു. അനക്കം കേട്ട് ഇതിനിടയിൽ അയാൾ ഷൂട്ട് ചെയ്യുന്നുമുണ്ട്. എന്നാൽ പുറത്തു വരാതെ പേടിച്ചിരണ്ട ജെസീക്ക കുറ്റിക്കാടുകൾക്കിടയിൽ പതുങ്ങിയിരിക്കുന്നു. ജെസീക്കയെ പ്രകോപിപ്പിക്കാൻ കുറേയേറെ അധിക്ഷേപിച്ച ശേഷം സാം അവിടെ നിന്നും പോകുന്നു. പിറ്റേന്ന് നേരം പുലരുമ്പോൾ ജെസീക്ക വീണ്ടും സാമിന്റെ വാഹനം കാണും. വൃദ്ധനായ റോബർട്ടിന്റെ ജഡവുമായി വന്ന അയാൾ ആ മൃതദേഹം അവിടെ സംസ്കരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ആ സമയം സാമിന്റെ കാറിനുള്ളിൽ കയറിപ്പറ്റി മൊബൈൽ ഫോൺ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ജെസീക്ക. കാറിലൊക്കെ തിരഞ്ഞ് മൊബൈൽ കണ്ടെത്തിയ ജെസീക്ക മൃതദേഹം മറവ് ചെയ്ത് തിരിച്ചു വരുന്ന അയാളെ കണ്ട് കാറിന്റെ പിൻസീറ്റിന് താഴെ ഒളിച്ചിരിക്കുന്നു. ഇതറിയാതെ കാറിൽ കയറിയ സാം പേടിച്ചിറണ്ട് പിൻസീറ്റിനടിയിൽ ഒളിച്ചിരിക്കുന്ന ജെസീക്കയെ കാണുന്നില്ല. കുറച്ചു സമയം പരിസരമൊക്കെ നിരീക്ഷിച്ച് സാം കാറെടുക്കുമ്പോൾ ജെസീക്ക അവിടെ പതുങ്ങിയിരുന്ന് പോലീസിൽ വിവരമറിയിക്കുന്നു. എന്തോ സംശയം തോന്നി ഫോണിനു വേണ്ടി തപ്പുന്ന സാമിനെ ജെസീക്ക പിന്നിൽ നിന്നും എഴുന്നേറ്റ് ജാക്കി ലിവറിന് അടിക്കുന്നു. അടികൊണ്ട സാം വാഹനം ഓടിച്ചുകൊണ്ട് അവളെ തിരിച്ചാക്രമിക്കുന്നു. താഴെ വീണ ജെസീക്ക എണീറ്റ് അയാളെ പിന്നിൽ നിന്നും കഴുത്ത് ഞെരിക്കുന്നു. എന്നിട്ട് കത്തി ഉപയോഗിച്ച് കയ്യിൽ കുത്തുന്നു. ഇതിനിടയിൽ വാഹനം മറിയുകയും ചെയ്യും. അത്യാവശ്യം പരിക്കുകളോടെ രണ്ടുപേരും ഒരു തരത്തിൽ മറിഞ്ഞു കിടക്കുന്ന കാറിൽ നിന്നും പുറത്തു വരുന്നു. അവശനിലയിൽ കിടക്കുന്ന ജെസീക്ക മുകളിൽ ഹെലികോപ്റ്റർ കണ്ടിട്ട് താൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് നിരീക്ഷിക്കാനെത്തിയ സേനയുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ അവർ മരങ്ങൾ കുറഞ്ഞ ഒരു കുന്നിന് മുകളിലേക്ക് കയറി നിൽക്കുന്നു.
സാമിന്റെ ഭാര്യയെ വിളിച്ച് അവളുടെ ഭർത്താവ് ഒരു കിഡ്നാപ്പറും കൊലയാളിയും ഒക്കെയാണ് എന്നും താനും ഏതു നിമിഷവും കൊല്ലപ്പെട്ടേക്കാം എന്നും അറിയിക്കുന്നു. എന്നിട്ട് ഫോൺ സാമിന് കൊടുക്കുമെങ്കിലും അയാൾ തന്റെ രഹസ്യങ്ങൾ പുറത്തറിഞ്ഞതറിഞ്ഞ് അധികം സംസാരിക്കാതെ അവളെ ആക്രമിക്കുന്നു. തിരിച്ച് ജെസ്സിക്കയും തന്റെ ജീവൻ രക്ഷിക്കാനായി തിരിച്ചാക്രമിക്കുന്നു. ഒടുവിൽ അവളെ കുത്താനൊരുങ്ങിയ സാമിന്റെ കൈകളിൽ നിന്നും കത്തി കൈക്കലാക്കി അയാളെ അവൾ കുത്തിക്കൊല്ലുന്നു.